ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ മിൻ ടേംസിൻ്റെ ഫോമിലുള്ളതാണ് ചെയ്തത്. മിൻ ടേംസിൻ്റെ ഫോമിലുള്ളത്, മിൻ ടേംസിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M0, M1, M2, M3, M4, M5, M6, M7. അതായത് 3 വേരിയബിളിൻ്റെ കേസാണ് പറയുന്നത്. 3 വേരിയബിളിൻ്റെ മിൻ ടേംസിൽ വരുന്ന കാര്യങ്ങളാണ് ചെയ്തത്. ആ മിൻ ടേംസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിഗ്മ ഫോമിലാണ്. അപ്പോൾ സിഗ്മ ഫോമിൽ വരുന്ന മിൻ ടേംസിൻ്റെ കറസ്പോണ്ടിങ് കെ മാപ്പ് സിംപ്ലിഫിക്കേഷനാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്കൊരു എക്സ്പ്രഷൻ അല്ലാതെ തന്നിട്ട്, മിൻ ടേംസിൽ അല്ലാതെ തന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പറയുന്നു. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ f(x, y, z) 3 വേരിയബിളിൻ്റെതാണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് xy പ്ലസ് x ഡാഷ് y ഡാഷ് z ഡാഷ് പ്ലസ് x ഡാഷ് y z ഡാഷ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. xy പ്ലസ് x ഡാഷ് y ഡാഷ് z ഡാഷ് പ്ലസ് x ഡാഷ് y z ഡാഷ്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടുന്നത് 3 വേരിയബിൾസിൻ്റെ കെ മാപ്പാണ്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ ടേംസിലും 3 വേരിയബിളിൻ്റെതും എക്സിൻ്റെതും വൈയുടേതും ഇസഡിൻ്റെതും ടേംസ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ആദ്യത്തെ കേസിൽ XY എന്ന് മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ ഇസഡിൻ്റെ ടേം ഇല്ല. രണ്ടാമത്തതിൽ എല്ലാം ഉണ്ട്, മൂന്നാമത്തതിലും എല്ലാ ടേംസും XYZ ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ടേമിലില്ല. അപ്പോൾ ആദ്യത്തെ ടേമിലില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് XY എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുക, Z പ്ലസ് Z ഡാഷ് എന്ന് പറയുന്നത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് XYZ പ്ലസ് XYZ ഡാഷ്. ഇതാണ് നമുക്ക് ആദ്യത്തെ ടേം ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി എല്ലാം കൂടി നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ XYZ പ്ലസ് XYZ ഡാഷ് പ്ലസ് X ഡാഷ് Y ഡാഷ് Z ഡാഷ് പ്ലസ് X ഡാഷ് YZ ഡാഷ്. ഇതെന്ന് പറയുന്നത് എന്താണ്, XYZ is M7 plus this one is M6 plus this is M7 plus this is M2. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുകയാണെങ്കിൽ സിഗ്മ ഓഫ് 0 2 6 7, സിഗ്മ ഓഫ് 0 2 6 7. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 0 2 6 7 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ 3 വേരിയബിൾസിൻ്റെ കെ മാപ്പ് വരയ്ക്കുന്നു. XYZ തന്നെ. അപ്പോൾ X ഡാഷ് X, Y ഡാഷ് Z ഡാഷ്, ഇത് Y ഡാഷ് Z, ഇത് YZ, ദിസ് കോളം ഈസ് YZ ഡാഷ്. ഇനി വേണ്ടുന്നത് 0 എന്ന് പറയുന്നതിൽ 1 ഉണ്ട്, 1-ലില്ല, 2 ഉണ്ട്, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 and 7. ഇതാണ് നമുക്ക് വരുന്നത്. സോ ഇതിൽ കറസ്പോണ്ടിങ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ 8ൻ്റെ ഗ്രൂപ്പിംഗ് ഉണ്ടോ എന്ന് നോക്കുക. 8ൻ്റെ ഗ്രൂപ്പിംഗ് ഇല്ല. നെക്സ്റ്റ് നോക്കേണ്ടുന്നത് 4ൻ്റെ ഗ്രൂപ്പിംഗ് ഉണ്ടോ, 4ൻ്റെ ഗ്രൂപ്പിങ്ങും ഇല്ല. അടുത്തത് നമ്മൾ നോക്കേണ്ടുന്നത് 2ൻ്റെ ഗ്രൂപ്പിംഗ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 2ൻ്റെ ഗ്രൂപ്പിംഗ് നോക്കുമ്പോൾ ഇത് 2 ഗ്രൂപ്പ് ചെയ്യാം, ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇനി ഇത് നമുക്ക് വീണ്ടും ഒരു ഗ്രൂപ്പിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഒരു ഗ്രൂപ്പിംഗ്, ഇത് 2 ഗ്രൂപ്പിംഗ്. ഇനി ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നല്ല, പക്ഷെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് വരുമ്പോൾ നമുക്ക് മൂന്നാമതൊരു ടേമും കൂടി വരും. അത് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാം. നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ടേംസ് കുറയ്ക്കുക എന്നുള്ളതാണ് സിംപ്ലിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ റെഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾസ് അല്ലെങ്കിൽ ടേംസിൻ്റെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ ഇനി ഇതിനകത്ത് 1കൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, മാക്സിമം എല്ലാ ഗ്രൂപ്പിങ്ങുമായി. സോ 1 എന്ന് പറയുന്നത് ഈ റോ കോമൺ ആണ്, ഇതാണ് 1. ഇതിൽ 1 റോ കോമൺ ഈസ് X കോമൺ ആണ്, ആ 2 കോളം കോമൺ ഈസ് Y പ്ലസ് ഇതിൻ്റെ 2 ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ബാർ എന്ന് പറയുന്ന കോളം കോമൺ ആണ്, റോ കോമൺ ആണ്. ഇനി അതിൻ്റെ 2 കോളം എന്ന് പറയുന്നത് Z ബാർ കോമൺ ആണ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് XY പ്ലസ് X ബാർ Z ബാർ. ഇതാണ് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക്
കിട്ടുന്നത്. അപ്പോൾ ഒരു ടേംസിൽ നമുക്കിപ്പോൾ മിൻ ടേംസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ മിൻ ടേംസിലേക്ക് വരണം. എങ്ങനെ മിൻ ടേംസിലേക്ക് വരാം? നമ്മൾ നേരത്തെ ചെയ്തത് കണക്ക് മിൻ ടേംസിലേക്ക് വരാൻ വേണ്ടിയിട്ട് സിംപ്ലിഫിക്കേഷനകത്ത് നമ്മൾ പഠിച്ച വേറൊരു ടെക്നിക്കാണത്. എന്താണ്? സം ഓഫ് പ്രോഡക്റ്റും പ്രോഡക്റ്റ് ഓഫ് സമ്മും പഠിച്ചത്. അതിൽ സം ഓഫ് പ്രോഡക്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോപ്പ് ഫോമാണ് പറയുന്നത്. സോപ്പ് ഫോമാണ് മിൻ ടേംസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് എല്ലാ ടേംസിനകത്തും 3 വേരിയബിൾസിൻ്റെയും കോമ്പിനേഷൻസും ഉണ്ടാകാൻ നോക്കുക. അങ്ങനെ ഇല്ലാത്തതിനകത്ത് എന്ത് ചെയ്യുക? ആ വേരിയബിളിൻ്റെ കോമ്പിനേഷൻസ് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ടേമിനകത്ത് ഇസഡിൻ്റെത് ഇല്ലാത്തത് കൊണ്ട് ഇസഡിൻ്റെ വാല്യൂ കൂടി വരാൻ, അതിനകത്ത് ചേഞ്ചസ് വരാതിരിക്കാൻ എന്ത് ചെയ്യും? ഇസഡ് പ്ലസ് ഇസഡ് കോംപ്ലിമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതുന്നു. എല്ലാം ഇലാബറേറ്റ് ചെയ്തതിന് ശേഷം മിൻ ടേംസിൻ്റെ വാല്യൂസിൽ എഴുതുന്നു. സിഗ്മ ഫോമിൽ എഴുതുന്നു. സിഗ്മ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതേമാതിരി ആ തന്നിരിക്കുന്ന പൊസിഷൻസിലെല്ലാം 1 കൊടുക്കുക. മാക്സിമം 8 ഗ്രൂപ്പ് ചെയ്യുക. അത് പറ്റിയില്ലെങ്കിൽ മാക്സിമം 4 ഗ്രൂപ്പ് ചെയ്യുക. അതും പറ്റിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? 2ലേക്ക് വരിക. അപ്പോൾ 2 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടുന്നത്, ചില സാഹചര്യങ്ങളിൽ ഒരു 1 എന്ന് പറയുന്നത് 2-3 പ്രാവശ്യം നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങളിൽ അത് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നമ്പർ ഓഫ് ടേംസും നമ്പർ ഓഫ് വേരിയബിൾസും കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിംഗ് കൂട്ടുന്നതിനനുസരിച്ച് ഇപ്പോൾ 8ൻ്റെ ഗ്രൂപ്പ് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വേരിയബിൾസ് വരുന്നില്ല. 1 എന്ന് പറയുന്ന ആൻസർ മാത്രമേ വരുള്ളൂ. അതേസമയം 4ൻ്റെ ഗ്രൂപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു വേരിയബിൾ ആണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു വേരിയബിളാണ് നമുക്ക് കോമൺ ആയിട്ട് വരിക. 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പിംഗ് ആണ് പറയുന്നതെങ്കിൽ 2 വേരിയബിൾസ് വരും. ഒരെണ്ണം മാത്രമായിട്ട് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ടേംസിനകത്ത് 3 വേരിയബിൾ എക്സ് വൈ ഇസഡ് ഉണ്ടെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ടേംസ് വരും. അപ്പോൾ ആ ഒരു 3 ടേംസിൻ്റെ വേരിയബിൾസിൻ്റെ അത് കുറയ്ക്കുക. അതുപോലെ നമ്പർ ഓഫ് ടേംസ് കുറയ്ക്കുക. ഇപ്പോൾ നമ്മൾ 2ആയിട്ട് ഗ്രൂപ്പ് ചെയ്തതുകൊണ്ട് 1 and 2 2 വരുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്താൽ മതി. വെറുതെ നമ്മൾ ഒരെണ്ണം കൂടി ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ വരും. അപ്പോൾ 3 കൂടെ വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ഈസ് 3 ആവും. അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് ബാർ ഇസഡ് ബാർ പ്ലസ് സംതിങ്ങും കൂടെ വരും. അപ്പോൾ അത് നമുക്ക് നമ്പർ ഓഫ് ടേംസ് കൂട്ടുന്നതിന് കാരണം. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്തത്. ഒരു കോളം വരുന്ന ഗ്രൂപ്പിംഗ് അവോയ്ഡ് ചെയ്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ മാക്സിമം ചെയ്യേണ്ടുന്നത് എന്താണ്? എല്ലാ 1കളും ഗ്രൂപ്പ് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 1 വച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതായത് മോർ ദാൻ ടൈംസിൽ ഒരു 1നെ ഗ്രൂപ്പ് ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു ടൈമിൽ ഒരു 1നെ ഗ്രൂപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 1 കോമൺ ആണ്, എല്ലായിടത്തും അതിനെ കൊണ്ടുവന്ന് ഗ്രൂപ്പ് ചെയ്യണം എന്നില്ല. ചില സമയത്ത് അതിനെ ചിലപ്പോൾ മോർ ദാൻ 3 ടേംസിൻ്റെ 3 ഗ്രൂപ്പിലാക്കി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചെയ്യുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം നമ്പർ ഓഫ് 1സിൻ്റെ ഗ്രൂപ്പിങ് കുറച്ച് ചെയ്യും. ഓക്കെ. ഇതാണ് നമുക്ക് തന്നിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എഴുതുന്നത്. അപ്പോൾ എക്സ്പ്രഷനിൽ നിന്ന് നേരെ നമ്മൾ മിൻ ടേംസിൻ്റെ അല്ലെങ്കിൽ സോപ്പ് ഫോമിൽ സം ഓഫ് പ്രോഡക്റ്റ് ഫോമിൽ വരണം. അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യണം. കെ മാപ്പ് യൂസ് ചെയ്യും. ഓക്കെ. ഓക്കെ. അപ്പോൾ അതാണ് 2 വേരിയബിൾസിൻ്റെയും 3 വേരിയബിൾസിൻ്റെയും കെ മാപ്പ് റെപ്രസെൻറ്റേഷനും അതിൻ്റെ സിംപ്ലിഫിക്കേഷനും. ഇനി അടുത്തത് നമ്മൾ 4 വേരിയബിളിൻ്റെ കെ മാപ്പ് ആദ്യം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നും ദെൻ അത് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ 4 വേരിയബിൾ എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര സെല്ലുകൾ വരാമതിന് 4. അപ്പോൾ 4 വേരിയബിൾസിനകത്ത് 4 വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന നമ്പർ ഓഫ് സെൽ എന്ന് പറയുന്നത് 2⁴, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 സെല്ലുകൾ. 0 to 15 വരെയുള്ള സെല്ലുകൾ. അതിനകത്ത് എങ്ങനെ ഗ്രൂപ്പിംഗ് നടക്കും? അപ്പോൾ 3 വേരിയബിൾസ് ആയിരുന്നപ്പോൾ 8 ആയിരുന്നു. 4 വേരിയബിൾസ് ആകുമ്പോൾ 16 കോമ്പിനേഷൻസ് വരും. അപ്പോൾ ഈ 8 വരച്ചതിൻ്റെ ഇരട്ടി വരയ്ക്കേണ്ടതായിട്ട് വരും 4 വേരിയബിൾ കെ മാപ്പിന്. അപ്പോൾ 4 വേരിയബിൾ കെ മാപ്പ് നമ്മളിപ്പോൾ W, X, Y, Z 4 വേരിയബിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ 4 ആകുമ്പോൾ മൊത്തത്തിൽ 16 സെല്ലുകൾ വേണം. സോ 16 സെല്ലുകൾക്ക് നമുക്ക് 4 കോളവും 4 റോയും വേണം. 4 കോളവും 4 റോയും. അപ്പോൾ മൊത്തം എത്രയായി? 16 സെല്ലുകളായി. അപ്പോൾ ഇവിടെ നമ്മൾ W, Xും
ഇവിടെ നമ്മൾ വൈ സെഡ്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ റോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡബ്ല്യു ബാർ എക്സ് ബാർ, ഡബ്ല്യു ബാർ എക്സ്, ഡബ്ല്യു എക്സ്, ഡബ്ല്യു എക്സ് ബാർ. ഇനി കോളം ആണെങ്കിൽ വൈ ബാർ ഇസഡ് ബാർ, ദെൻ വൈ ബാർ ഇസഡ്, ദെൻ വൈ ഇസഡ്, വൈ ഇസഡ് ബാർ. ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഇങ്ങോട്ടേക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് 4 വേരിയബിൾസിൻ്റെത്. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ട് ഡബ്ല്യു എക്സ് ആദ്യം വന്നു, ഡബ്ല്യു എക്സ് ബാർ രണ്ടാമത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് എ ടൈം 1 ബിറ്റ് ചേഞ്ച് ആണ് നമ്മൾ പറയും. ഓക്കെ, ഇനി അതിനെ നമ്മൾ കറസ്പോണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കോളം എന്ന് പറയുന്നത്, ആദ്യത്തെ സെല്ലെന്ന് പറയുന്നത് ഡബ്ല്യു ബാർ എക്സ് ബാർ, വൈ ബാർ, ഇസഡ് ബാർ. അതാണ് ആദ്യത്തെ കോളം എന്ന് പറയുന്നത്, സോറി സെൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡബ്ല്യു ബാർ എക്സ് ബാർ, ഓക്കെ. അപ്പോൾ ആദ്യത്തേത് ഡബ്ല്യു ബാർ എക്സ് ബാർ, വൈ ബാർ, ഇസഡ് ബാർ. അടുത്തത് ഡബ്ല്യു ബാർ എക്സ് ബാർ. അത് ഈ റോയ്ക്ക് മൊത്തം കോമൺ ആണ് ഡബ്ല്യു ബാർ എക്സ് ബാർ. ഇനി കോളം മാറുന്നതിനനുസരിച്ച് വാല്യൂ മാറും. വൈ ബാർ ഇസഡ്, ഇതെന്ന് പറയുന്നത് ഡബ്ല്യു ബാർ എക്സ് ബാർ, വൈ ഇസഡ്. ഇതെന്ന് പറയുന്നത് ഡബ്ല്യു ബാർ എക്സ് ബാർ, വൈ ഇസഡ്, ഇസഡ് ബാർ. ഇനി ഈ റോ എടുക്കുകയാണെങ്കിൽ ഈ റോയിൽ കോമൺ എന്ന് പറയുന്നത് ഡബ്ല്യു ബാർ എക്സ്. അപ്പോൾ ഡബ്ല്യു ബാർ എക്സ്, പിന്നെ ഈ കോളത്തിലത് വൈ ബാർ ഇസഡ് ബാർ. അടുത്തത് ഡബ്ല്യു ബാർ ഇസഡ് കോമൺ, ഇതിനകത്ത് കോമൺ എന്ന് പറയുന്നത് വൈ ബാർ ഇസഡ്. അടുത്തത് ഡബ്ല്യു ബാർ എക്സ്, വൈ ഇസഡ്. അടുത്തത് ഡബ്ല്യു ബാർ എക്സ്, വൈ ഇസഡ് ബാർ. ഓക്കെ, ഈ റോയിൽ കോമൺ എന്ന് പറയുന്നത് ഡബ്ല്യു എക്സ്, ഡബ്ല്യു എക്സ്, വൈ ബാർ ഇസഡ് ബാർ, ഡബ്ല്യു എക്സ്, വൈ ബാർ ഇസഡ്, ഡബ്ല്യു എക്സ്, വൈ ഇസഡ്, ഡബ്ല്യു എക്സ്, വൈ ഇസഡ് ബാർ. ഓക്കെ, അടുത്ത ലാസ്റ്റ് റോയിൽ കോമൺ ഇസ് ഡബ്ല്യു എക്സ് ബാർ. ഇത് വൈ ബാർ ഇസഡ് ബാർ. ഡബ്ല്യു എക്സ് ബാർ, വൈ ബാർ ഇസഡ്, ഡബ്ല്യു എക്സ് ബാർ, വൈ ഇസഡ്. അടുത്തത് ഡബ്ല്യു എക്സ് ബാർ, വൈ ഇസഡ് ബാർ. അപ്പോൾ ഇതാണ് നമുക്ക് അതിനകത്ത് ഓരോ സെല്ലിനകത്തും വരുന്ന വാല്യൂസ്. ഇനി നമ്മൾ അതിനകത്ത് എങ്ങനെ റെപ്രസെൻറ്റേഷൻസ് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 ബിറ്റ് റെപ്രസെൻറ്റേഷൻസ് വരുന്നത് കൊണ്ടാണ് ഡബ്ല്യു ബാർ എക്സിൽ നിന്ന് നേരെ എന്ത് വന്നത്, ഡബ്ല്യു എക്സ് വന്നത്, അതിൽ നിന്ന് ഡബ്ല്യു എക്സ് ബാർ വന്നു. ഇവിടെ അതുപോലെ വൈ ബാർ ഇസഡിൽ നിന്ന് നേരെ വൈ ഇസഡ്, അതിൽ നിന്ന് വൈ ഇസഡ് ബാർ. ആ 1 ബിറ്റ് ചേഞ്ച്, ആ 1 ബിറ്റ് ചേഞ്ച് വരുമ്പോൾ അവിടെ വരുന്ന മാറ്റങ്ങൾ നോക്കണം. ഇതാ മിൻ ടേംസ് നമ്മൾ പഠിച്ചതാണ്. എല്ലാം ബാറുകൾ വരുമ്പോൾ അത് 0 അല്ലേ. ഇനി ബാർ വരുന്നിടത്ത് 0യും ബാർ ഇല്ലാത്തടത്ത് 1ഉം ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇസഡിൻ്റെ പൊസിഷനിൽ മാത്രമേ എന്തുള്ളൂ, ബാർ ഇല്ലാതെ ഉള്ളൂ. അപ്പോൾ 0 0 0 1 എന്താണ് 1 അല്ലേ. അടുത്തത് വൈയുടെ പൊസിഷനിലും ഇസഡിൻ്റെ പൊസിഷനിലും എന്തില്ല, കോംപ്ലിമെൻ്റ് ഇല്ല. അപ്പോൾ അവിടെ 2 സ്ഥലത്ത് മാത്രം 1. 0 0 1 1. 0 0 1 is 3. അടുത്തത് 2. ഓക്കെ, ദെൻ അടുത്ത റോ എടുക്കുമ്പോൾ ഡബ്ല്യു ബാർ എക്സ് എന്ന് പറയുമ്പോൾ 0 1 0 1 0 0 0 1 0 0 is 4. അടുത്തത് 0 1 വൈ ബാർ എന്ന് പറയുന്നത് 0, ഇസഡ് എന്ന് പറയുന്നത് 1, ദാറ്റ് ഇസ് 5. അപ്പോൾ ഈ കോളം 5. അടുത്തത് എന്താണ് 0 1 1 1, ദാറ്റ് ഇസ് 7. ദിസ് വൺ ഇസ് 6. അപ്പോൾ 6 7 വരെയായി. ഇനി അടുത്തത് 8 9 ആണ്. നോക്കിക്കോണം ആ ചേഞ്ച് വരുന്നത് കൊണ്ടുണ്ടാവുന്ന വ്യത്യാസം എന്താണെന്നുള്ളത്. ഇതിൽ കോമൺ ഏതാ, ഡബ്ല്യു എക്സ് എന്ന് പറഞ്ഞാൽ 1 1 എന്നല്ലേ അർത്ഥം. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് 0 0. അപ്പോൾ ആദ്യത്തേത് 1 1 0 0 എന്താണ് 12. അപ്പോൾ മൂന്നാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് 12ൽ. അടുത്തത് 1 1 0 1 13. ഓക്കെ,
അടുത്തത് 1 1 ഏതാ വരുന്നത് YZ അല്ലേ 1 1 ഏതാത് 15 ലാസ്റ്റ് വൺ ഈസ് 14 ഓക്കെ അടുത്തത് ദേ ഈ ലാസ്റ്റ് റോ WX ബാർ ആണ് WX ബാർ എന്ന് പറഞ്ഞാൽ 10 എന്നല്ലേ 1000 എന്ത് വരും 8 അടുത്തത് 1001 9 അടുത്തത് എന്താ വരുന്നത് 10 വരണമെങ്കിൽ 1010 ആണ് അതെവിടെയാണ് വരുന്നത് ഇവിടെയാണ് വരുന്നത് ഇവിടുത്തെ 11 ഓക്കെ അപ്പോൾ നമ്മളത് കറസ്പോണ്ടിങ് മിൻ ടേംസിലെ ഫോമിൽ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂസ് എങ്ങനെ വന്നു എന്ന് കാണിക്കാനാണ് ഞാനത് മൊത്തത്തിൽ ആ സെല്ലിനകത്തുള്ളത് എഴുതിയത് നമുക്ക് ആക്ച്വലി ഇത് മാത്രമേ വരുള്ളൂ WX YZ W ബാർ X ബാർ W ബാർ X WX WX ബാർ ഇതാണെങ്കിൽ Y ബാർ Z ബാർ Y ബാർ Z YZ YZ ബാർ 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത് ആ ഒരു ബിറ്റ് ചേഞ്ച് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ റോ എന്തായി 7ൻ്റെ കഴിഞ്ഞിട്ടുള്ള 8 എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് റോയിലേക്ക് വരും അവിടെ 8 9 10 11 ദെൻ 12 സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് റോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ 1 ബിറ്റ് ചേഞ്ച് പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മാറിപ്പോരുത് എന്താണ് 8 വരുന്നത് എവിടെയായിട്ടും അവസാനത്തെ റോയാണ് 12 വരുന്നത് മൂന്നാമത്തെ റോയാണ് 4 വരുന്നത് രണ്ടാമത്തെ റോയാണ് 0 വരുന്നത് ആദ്യത്തെ റോയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യും നമ്മൾ എടുക്കുമ്പോൾ മാറാൻ പാടില്ല ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഗ്രൂപ്പിംഗ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ 16ൻ്റെ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഏതായിരിക്കും നോക്കുക ഫുൾ 16ഉം 1 ആയിട്ട് വരും എല്ലാ കോളത്തിലും 1 വരും അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ എന്തെന്ന് എഴുതും 1 ആയിട്ട് എഴുതും അപ്പോൾ 4 വേരിയബിൾസിൻ്റെത് ആദ്യം നമ്മൾ നോക്കുന്നത് 16ൻ്റെ ഗ്രൂപ്പിംഗ് ഉണ്ടോ 16 ഇല്ലെങ്കിൽ 8 ഗ്രൂപ്പിംഗ് ഉണ്ടോ എന്ന് നോക്കും 8 ഗ്രൂപ്പിംഗ് ഇല്ലെങ്കിൽ 4 ഗ്രൂപ്പിംഗ് ഉണ്ടോ എന്ന് നോക്കും 4 ഗ്രൂപ്പിംഗ് ഇല്ലെങ്കിൽ 2 ഗ്രൂപ്പിംഗ് നോക്കും 2 ഇല്ലെങ്കിൽ 1 ഗ്രൂപ്പ് അപ്പോൾ ആദ്യം 16 ആണ് നമ്മുടെ ഫോർ വേരിയബിൾ കെ മാപ്പിനകത്ത് ആദ്യം നോക്കേണ്ടുന്നത് 16ൻ്റെ ഗ്രൂപ്പ് ദെൻ 8ൻ്റെ ഗ്രൂപ്പ് ദെൻ 4ൻ്റെ ഗ്രൂപ്പ് ദെൻ 2 അത് കഴിഞ്ഞ് അവസാനം മാത്രമേ 1ൻ്റെ ഗ്രൂപ്പ് നോക്കാവുള്ളൂ ഓക്കെ ഇനി ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലായിടവും 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരുമിച്ചെടുക്കും അതിനെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യും ഇനി നമുക്ക് കറസ്പോണ്ടിങ് അങ്ങനെ അല്ല വന്നത് ദേ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക ഓക്കെ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും ദേ ഈ ഗ്രൂപ്പിങ്ങിനെ നമുക്കത് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം പേപ്പർ ഫോൾഡ് ചെയ്യുന്നു ഇതിനെ മൊത്തത്തിൽ ദേ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു അപ്പോൾ എന്ത് കിട്ടും 8ൻ്റെ ഗ്രൂപ്പ് കിട്ടും ഓക്കെ അപ്പോൾ ഒരു 8ൻ്റെ ഗ്രൂപ്പിങ്ങിൻ്റെ പോസിബിലിറ്റി പറഞ്ഞു ഇനി അതുപോലെ എല്ലാ 8ൻ്റെത് വരുന്നത് എങ്ങനെയൊക്കെ വരുന്നു അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും ദേ ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്യാം അതും പോസിബിൾ ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ദേ ഇങ്ങനെ വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ മൊത്തത്തിൽ 8 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും ഇതേപോലെ താഴെയാണ് വന്നത് ഇതിന് പകരം താഴേക്കാണ് വന്നെങ്കിൽ ഇവിടെ ഒരു ഗ്രൂപ്പ് ചെയ്യും ഓക്കെ ഇത് മൊത്തത്തിൽ വരുവാണെങ്കിൽ 16ൻ്റെ ഗ്രൂപ്പിംഗ് ഇവിടെ മാത്രമാണെങ്കിൽ 8ൻ്റെ ഗ്രൂപ്പിംഗ് ഇവിടെ മാത്രമാണെങ്കിൽ 8ൻ്റെ ഗ്രൂപ്പിംഗ് ഓക്കെ അങ്ങനെ 4 പോസിബിലിറ്റീസ് ആയിട്ട് ഇനി 8ൻ്റെ ഗ്രൂപ്പിംഗ് വരുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് ദേ ഈ ഒരു ഗ്രൂപ്പിംഗ്
ഇവിടെ മൊത്തം, ഇവിടെ മൊത്തം. അപ്പോൾ നമുക്ക് ഇതേ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ 8 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇത് വേറൊരു മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ഇൻ 4 വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 8ൻ്റെ ഗ്രൂപ്പിംഗ്. ഇനി ഇതിനകത്ത് വരുന്ന 4ൻ്റെ ഗ്രൂപ്പിംഗ് ആണ് പറയുന്നത്. 4ൻ്റെ ഗ്രൂപ്പിംഗ്. ഓക്കെ, അപ്പോൾ 4 ഇത് എങ്ങനെ വരികയാണെങ്കിൽ 4 ഗ്രൂപ്പ് ചെയ്യാം. അതേസമയം ഇതല്ല വന്നത്, ഇവിടെയാണ് 4 വന്നതെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെയാണ് വന്നതെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെയാണെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഒരു റോ മൊത്തത്തിൽ വന്നാൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഒരു കോളം മൊത്തത്തിൽ വന്നാൽ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും 4നെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു 4ൻ്റെ ഗ്രൂപ്പിംഗ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, 4 1. ഈ 4 1 എന്താണ്? പേപ്പറിൻ്റെ കോർണറുകളാണ്. ഇതിനെ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനെ 4 ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇനി വേറൊരു പോസിബിലിറ്റികളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിംഗ് എളുപ്പമായിരിക്കും. ദേ ഇവിടെ 2, ഇവിടെ 2 എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 4ൻ്റെ ഗ്രൂപ്പ് ആക്കാം. അതുപോലെ താഴത്തെ സൈഡിൽ മാത്രം വന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 1, ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിനെ വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്തതായിട്ട് സങ്കല്പിക്കുന്നു. ഇതിന് 2, ഇത് 2, അപ്പോൾ മൊത്തത്തിൽ 4ൻ്റെ ഗ്രൂപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് 4 ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. ഇനി വേറൊരു ഓപ്ഷൻ ഇങ്ങനെ വന്നു, ഇവിടെയും വന്നു. അപ്പോൾ നമ്മളെങ്ങനെ ഗ്രൂപ്പ് ചെയ്യും? ഇതിനെ തിരിച്ച് ഈ പേപ്പറിനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇവിടെ ആ 1 ഇവിടെ വന്നതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോളം മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ ഈ പേപ്പറിനെ മടക്കി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് എവിടെ വരും? ഈ 2 പൊസിഷനിൽ വരും. ചിന്തിച്ചു നോക്കുക. ഇതിനെ മടക്കുമ്പോൾ ഇവിടെ വരുന്നതായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് 4 ഒരു ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു പൊസിഷനിലും ഇവിടെയും മാത്രം വന്നു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് മടക്കുമ്പോൾ ഇത് മൊത്തത്തിലൊരു ഗ്രൂപ്പായിട്ട് അസ്യൂം ചെയ്യണം. അങ്ങനെ പല രീതിയിൽ 4 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലോജിക്ക് നമ്മൾ ചിന്തിക്കേണ്ടുന്നതാണ് ഏതൊക്കെ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാമെന്നുള്ളത്. സോ 16ൻ്റെ ഗ്രൂപ്പായി, 8ൻ്റെ ഗ്രൂപ്പായി, 4ൻ്റെ ഗ്രൂപ്പായി. ഇനി നേരത്തെ പറഞ്ഞ കണക്ക് 2ൻ്റെ ഗ്രൂപ്പ്. അത് നമ്മൾ 2 വേരിയബിളിനകത്തും 3 വേരിയബിളിനകത്തും പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് 2ൻ്റെ ഗ്രൂപ്പ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഓരോ സ്ഥലങ്ങളിൽ വരികയാണെങ്കിൽ അതിനെ 1 ഗ്രൂപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ 4 വേരിയബിളിൽ ആദ്യം നോക്കുന്നത് 16 കൂടി ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. പിന്നെ 8 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. 16 പറ്റിയില്ലെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോവുള്ളൂ, 8ലേക്ക് പോവുള്ളൂ. 8 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോവുള്ളൂ, 4ൻ്റെ ഗ്രൂപ്പിങ്ങിലേക്ക് പോകാൻ പറ്റൂ. അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ 2ൻ്റെ ഗ്രൂപ്പിങ്ങിലേക്ക് പോകാവുള്ളൂ. അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ 1ൻ്റെ ഗ്രൂപ്പിലേക്ക് പോകാവൂ. അതായത് ആദ്യം തന്ന ഉടനെ എന്ത് ചെയ്യരുത്? 1 വെച്ച് ഗ്രൂപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യരുത്, 4 വെച്ച് ചെയ്യരുത്. പകരം എന്തിൽ തുടങ്ങണം? ആദ്യം 16ൻ്റെ ഗ്രൂപ്പിങ്ങിൽ തുടങ്ങണം. ദെൻ 16 പറ്റിയില്ലെങ്കിൽ മാത്രമേ അടുത്ത ഓപ്ഷൻ 8 ആണ്. അടുത്ത ഓപ്ഷൻ 4 അല്ല, അടുത്ത ഓപ്ഷൻ എന്താണ്? 8 ആണ്. 8ഉം പറ്റിയില്ലെങ്കിൽ മാത്രമേ 4ലേക്ക് പോകാവൂ. അല്ലാതെ ആദ്യമേ 1 2 4 8 16 അങ്ങനെ പോരുത്. 16 8 4 2 1. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം 4 വേരിയബിൾ കോമ്പിനേഷൻസിനകത്ത് വരാൻ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.